ഞാനിപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയിലേക്ക് ഞാൻ വരുന്നത് എന്തിനാണെന്ന്, ആരോഗ്യ മേഖലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. കാരണം ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, രോഗപീഡനം ഇന്നെന്നല്ല, ഇത് ഒരു ഹോസ്പിറ്റലുകൾ വല്ലാത്തൊരു കൊള്ള, വല്ലാത്തൊരു ജനങ്ങളെ ഹോസ്പിറ്റലിലേക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ മതി. ചെറിയ തലവേദനയോ ചെറിയൊരു പനിയോ ചെറിയൊരു ചുമയോ വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവർക്ക് മാരക രോഗമാണെന്നും പറഞ്ഞ് സ്കാൻ ചെയ്യിക്കുക, എക്സ്റേ എടുപ്പിക്കുക, പിന്നെ അവർക്ക് ആ സ്കാൻ കാണിച്ച് ഇന്ന രോഗിയാണെന്ന് അവരെ ബോധിപ്പിക്കുക, ക്യാൻസർ, പിന്നീട് അവരുടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പിന്നെ മാരകമായ രോഗിയായി മാറുക, പിന്നെ അവർക്ക് അവരുടെ വിറ്റതെല്ലാം വിറ്റും കുടിച്ചും അവരുടെ സമ്പാദ്യം മുഴുവനും ഹോസ്പിറ്റലിലേക്ക് വലിക്കുക. അത് കഴിഞ്ഞ് അവർ പിച്ചച്ചട്ടി എടുക്കും പോലെ വീഡിയോയിൽ വന്ന് ജനങ്ങൾ അവരുടെ ചികിത്സ സഹായം അഭ്യർത്ഥിക്കുക. അത് മുഴുവനും ഹോസ്പിറ്റലിലേക്ക് ആവശ്യപ്പെടുക. 40 ലക്ഷം, 60 ലക്ഷം, 50 ലക്ഷം, 25 ലക്ഷം, 1 കോടിയൊക്കെയാണ് ചികിത്സാ ചെലവിൻ്റെ തുക പറയുന്നത്. എന്താണ് ലോകം ഇത് ജനങ്ങൾക്ക്? കാരണം അവരുടെ അവസ്ഥയെ അവർക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ആരോഗ്യ മേഖല ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി. ഇപ്പോൾ എൻ്റെ വാർത്ത കണ്ടിട്ട് ആരോഗ്യ മേഖലയിലുള്ള ഞാൻ പൊതുവായിട്ട് ഞാൻ പറയുക, വീണ ജോർജ് മന്ത്രിയോട് ഇടപെടണം, ശക്തമായി ഇടപെടണം. എല്ലാ ഹോസ്പിറ്റലിലും അതുപോലെ മുഖ്യമന്ത്രി ഇടപെടണം. കാരണം ഇത് എന്താവും? കാരണം ഇത് മുഴുവനും നമുക്ക് എന്തായാലും ഏത് വ്യക്തിക്കും അറിയാം, ഇത് സർക്കാരിലേക്ക് പോകുന്ന പണമൊന്നുമല്ല, സർക്കാരിൻ്റെ പണവുമല്ല. ടാക്സ് കിട്ടുമായിരിക്കും, അതൊന്നുമല്ല. ഇതിനകത്ത് വലിയൊരു കൊള്ള കേരളത്തിൽ അതിഭീകരമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുന്ന ഒരു വിഭാഗവും അതിനകത്ത് കൊള്ളയിടുന്ന ഒരു ഭീകരവാദികളും ആരോഗ്യ മേഖലയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിപ്പൊന്നുമല്ല. ഇപ്പം വീണ ജോർജ് മന്ത്രിയെ കുറ്റപ്പെടുത്താം, പക്ഷേ അതൊന്നുമല്ല സംഭവം. കാരണം ഇത് വലിയൊരു പൊളിറ്റിക് മേഖല തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഞാൻ രംഗത്ത് ഇറക്കിത്തരാം, ഞാൻ എത്രയാണ് കാണുന്നത്. എല്ലാവരും അഭയാർത്ഥിയെ പോലെ യാചിക്കുകയാണ് വീഡിയോയിൽ വന്നിട്ട്, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ വേണം, ഞങ്ങൾക്ക് ഇത്ര. ഇതെന്ത് രോഗമാണ് ഇവർക്ക്? ഇവർ രക്ഷപ്പെടുവോ? ഈ രോഗത്തിന് മജ്ജ മാറ്റി വെച്ചും ക്യാൻസർ, വൃക്ക മാറ്റി വെച്ചും കരൾ മാറ്റി വെച്ചും തലച്ചോറ് മാറ്റി വെച്ചും പിന്നെ ഈ രോഗങ്ങൾ ഇവർ രക്ഷപ്പെടുവോ? ഇത്രയും ലക്ഷം രൂപ കോടികൾ മേടിച്ചിട്ട് അവൻ എന്തുകൊണ്ടാണ് ഒരാളുടെ കണ്ട് പെടലിക്കൊരു മുഴ വന്നിട്ട് 6 ഓപ്പറേഷൻ കഴിഞ്ഞു, ഷുഗർ ഉണ്ടായിരുന്നു, അയാൾക്ക് ഇനിയും വേണം അത്രയും രൂപയോളം വേണം. കാരണം ഇനിയും 2 ഓപ്പറേഷൻ വേണം. ഇതെന്ത് ഓപ്പറേഷനാണ്? ഒരു തൃശ്ശൂർ കണ്ടങ്ങനെ 6 ഓപ്പറേഷൻ ചെയ്തു കണ്ണിൻ്റെ. ഇതെന്തിനിങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഇതെന്തിൻ്റെ കഴപ്പാണ് ഇവർക്ക്? മനസ്സിലാക്കാൻ പറ്റുക. ജനങ്ങളെ എന്ത് ചെയ്യുകയാണ്? ജനങ്ങളിത് തിരിച്ചറിയുന്നില്ല. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നില്ലേ? ഞാൻ പൊതുജനങ്ങളോട് ഞാൻ പറയുക, പ്രിയമുള്ള ജനമേ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആരോഗ്യ മേഖല നിങ്ങൾ ഒട്ടും വിവരമില്ലായ്മ കൊണ്ടാണോ, അഹങ്കാരം കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പണത്തിൻ്റെ മുഷ്കു കൊണ്ടാണോ, പണം നമുക്കുണ്ടെന്നുള്ള അഹങ്കാരത്തും കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കും. പണമല്ല, നിങ്ങളുടെ ആരോഗ്യം. കാരണം ഒരു ശരീരം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഒരു മനുഷ്യൻ്റെ തൂക്കം ഒരു 85 കിലോ, പരമാവധി പോയ ഒരു 100, അതെല്ലാം അമിതമാണ്. ആ തൂക്കമൊക്കെ ശരാശരി ഒരു പുരുഷൻ്റെ 85 കിലോ കൂടലാൻ പാടില്ല. ഒരു സ്ത്രീക്ക് ഒരു 60 കിലോത്തിന് മേലെ കൂടാൻ 60-62 കിലോ കൂടാൻ പാടില്ല. ഇല്ലെങ്കിൽ ആരോഗ്യ മേഖല പറയട്ടെ ഞാൻ പറഞ്ഞത് കള്ളത്തരമാണോന്ന്. എന്നിട്ട് അവരുടെ ശരീരത്ത് ഇത്രയും ലക്ഷം രൂപേൻ്റെ മരുന്ന് എന്താണ് കയറ്റേണ്ടത്? നമ്മുടെ ശരീരമല്ലേ?
നമ്മുടെ ശരീരത്ത് നമ്മൾ ഭക്ഷണം നമ്മൾ അമിതമായ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരം അത് ഉൾക്കൊള്ളുമോ? നമ്മൾ ചത്തുപോകൂലേ? ഈ കണ്ടമാനം മരുന്നുകൾ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് പീഡിപ്പിച്ച് പിഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഈ 40 ഇപ്പോൾ ഒരു കൊച്ച് ഓപ്പറേഷൻ ചെയ്ത് 3 വർഷമായി എന്ന് പറഞ്ഞു. അവന് ക്യാൻസറാണ് പോലും. ആദ്യം മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തലവേദന വന്നേരം ക്യാൻസർ അത് തലയിലേക്ക് പടർന്നിട്ടുണ്ട് പോലും, അവൻ്റെ മസ്തിഷ്കത്തിലേക്ക്. എന്തൊരു കഷ്ടമാണിത്. ഇത് നല്ല ഒരു കാര്യം ഞാൻ പറയാം, നല്ല ആഹാരം ഇവർ ആൾക്കാരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കില്ല. നിങ്ങൾ ചോറ് കഴിക്കല്ലേ, മരുന്ന് പിന്നെ ഇറച്ചി കൂട്ടരുതേ, മീൻ കൂട്ടരുതേ, പിന്നെ പയറ് വർഗ്ഗങ്ങൾ കഴിക്കരുതേ, മറ്റുള്ള ഇഞ്ചി കഴിക്കരുതേ, മുളക് കഴിക്കരുതേ, ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തേച്ച് അവരൊരു ലിസ്റ്റ് കൊടുക്കും അവർക്ക് കഴിക്കാനുള്ള പാകത്തിന്. അത് കഴിച്ചിട്ട് അവരിരുന്ന് ആടുകയാണ് കുറേ അവർ കൊടുക്കുന്ന മരുന്നും വെച്ചിട്ട്. എവിടെ അംഗീകരിക്കാനാ? നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുന്ന ഇവരുടെ ഈ എന്താ പറയുന്നത്, ഈ ഗുളികേൻ്റെ ആസ്തി ഇവരുടെ ശരീരം ഈ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ബോധമില്ല. ഗുളിക കഴിച്ചും മരുന്ന് കഴിച്ചും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യന്ത്രം പോലെ അവർ പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങളെ കൊന്നു കളയുകയാണ് ഈ മരുന്ന് കൊടുത്ത്. ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും ഇങ്ങനെയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയിലോ വേറെ ഏത് രാജ്യത്തും നോക്കിക്കോ, ഇത്ര ആരോഗ്യം ഈ ഇന്ത്യക്കാരെ ഉള്ള ആരോഗ്യക്ഷയം വേറെ ഒരു രാജ്യത്തുമില്ല. അവിടെയുള്ള വേസ്റ്റുകൾ മുഴുവനും മരുന്നുകൾ മുഴുവൻ ഇവിടെയാണ്. നിങ്ങൾക്ക് ഒരാൾ പിന്നെ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് ഹോമിയോപ്പതിയിൽ തുടർന്ന് അവർ ചെയ്ത് ഇങ്ങനെ ക്യാൻസർ രോഗം മാറ്റിക്കൊടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്നു കുറേ കമൻറ്റുകൾ. നിങ്ങളെ വിശ്വസിക്കാവോ, നിങ്ങളെ അംഗീകരിക്കാവോ, നിങ്ങളെ ചെയ്യാവോ? ആയുർവേദത്തിലോ ഹോമിയോപ്പതിയിലോ ഒരു കാരണവശാലും ഇങ്ങനെ